സാറ്റർഡേ ആണ്. ഇന്നൊരു പണിയില്ലാതെ വെറുതെ ഞാൻ ഇവിടെ ചോദിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തു പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഓർത്തു. വേറെ പണി കുറേ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ചെയ്യണം മടി. ഓക്കെ അപ്പം എൻ്റെ അമ്മ എന്നെ എപ്പോഴും വിളിക്കുമ്പോൾ പറയും നിനക്കൊന്ന് മെനക്കിരുന്നൂടെ, ഒരു കമ്മലൊക്കെ ഇട്ടിരുന്നു ഒന്ന് മെനക്കിരുന്നൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് പണിയെടുക്കാൻ വയ്യ, ഞാൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും വീഡിയോ. ഓക്കെ അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അപ്ലോഡ് ചെയ്യുമെന്ന് പോലെ എനിക്കറിയത്തില്ല സ്റ്റിൽ. ഓക്കെ അപ്പം ഇന്ന് ഒന്നുമില്ല. ഗൈസ്, ആഫ്റ്റർ അവേഴ്സ് ഓഫ് ഡൂം സ്ക്രോളിങ് ഞാൻ ബാക്ക്. അല്ല സി എൻ്റെ കണ്ണൊക്കെ കണ്ടോ, മറ്റേ കഞ്ചാവ് അടിച്ച പോലെ. ഇന്ന് ഞാനൊന്നും പറയുന്നില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല, ചുമ്മാ ഇരിക്കുക. ഓക്കെ, ഞാൻ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രം വരെ ഇവിടെ ഇരിപ്പുണ്ട്. പാത്രം കഴുകാൻ കുറേ പാത്രം എൻ്റെ കിച്ചണിൽ അവിടെ കഴുകാൻ കിടപ്പുണ്ട്. ആൻഡ് പിന്നെ എൻ്റെ വാർഡ്രോബ് ഒന്ന് എനിക്ക് അടുക്കി പറക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല ചെയ്യുമോയെന്ന്. ചെയ്യാനും പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാനൊന്നും ചെയ്തിങ്ങനെ ചുമ്മാ ഇരിക്കുക. ഓക്കെ, ഐ ഡിസൈഡഡ് ഇനി ഞാൻ സ്ക്രോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ സമയം എത്രയായി? 12 മണിയാണ്. ഓക്കെ, അല്ല 12ആണോ? ഓ ഗൈസ്, 1 മണി, ഉച്ചയ്ക്ക് 1 മണി. എനിക്ക് പിന്നെ വിശക്കുന്നില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഫുഡ് ആണെന്ന്. വിശക്കുമ്പോൾ കഴിക്കും, അത്രേ ഉള്ളൂ. രാവിലെ വൈകിട്ട് ഉച്ചയൊന്നുമില്ല. ഞാൻ എന്തിനാ ഇവിടെ ഇരുന്നെല്ലാം ഇങ്ങനെ പറയണേ. ഇപ്പോഴാണ് ജിമ്മിൽ പോകാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല. പണ്ടാരം എല്ലാം ഒന്ന് റെഡി ആയിട്ട് വേണം ജിമ്മിൽ പിന്നെയും പോകാൻ. അങ്ങനെ നോക്കിയിരുന്ന സമയം വരില്ല, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ 9 to 5 ക്ലാസ്സസ് ആയിട്ടൊന്ന് അഡാപ്റ്റ് ആവണം. എന്നിട്ട് എന്തായാലും ഞാൻ ജിമ്മിൽ പിന്നെയും പോയി തുടങ്ങും. രാവിലെ എണീറ്റെങ്കിലും ജിമ്മിൽ പോകണം. ഓക്കെ, ഗൈസ് നമുക്ക് കമ്പിളി മടക്കി വെക്കാം. മടക്കി വെച്ചു. This is a realistic vlog. ഒരു മിനിറ്റ് പാട്ട് വെക്കട്ടെ. This is a realistic vlog. അപ്പോൾ ഇതിൽ മറ്റേ എക്സ്ട്രാ ക്യൂട്ടായിട്ടും എക്സ്ട്രാ എസ്തെറ്റിക്സും ലൈക്ക് അത്ര എസ്തെറ്റിക്സ് ഒന്നും ഇല്ല. ഐ നോ, ദിസ് ഇസ് ജസ്റ്റ് റോ ആൻഡ് റിയലിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ബെഡൊക്കെ വിരിച്ച്. അല്ലെ ഓൾസോ എൻ്റെ കോലം, ഞാൻ ഉറങ്ങി എണീറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് പാത്രം കഴുകാനുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ പരിപാടികൾ. എന്തെങ്കിലും കുക്ക് ചെയ്യാൻ തോന്നിയ വിഷം നല്ല എന്തെങ്കിലും കുക്ക് ചെയ്യണം. അങ്ങനെ യെസ്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ വാർഡ്രോബ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതുണ്ടോ ഫുള്ള് മെസ്സപ്പായിട്ട് ഒരുമാതിരി ഏതാണ്ട് പോലെ ഇരിക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വാർഡ്രോബിൽ കുറേ വിൻ്റർ ക്ലോത്ത്സ്, അതായത് നല്ല ഫുൾ സ്ലീവ് സ്വെറ്റേഴ്സ്, നിറ്റഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പെട്ടിക്കകത്താക്കാം. ഓക്കെ, പെട്ടിക്കകത്ത് കുറേ സമ്മർ ക്ലോത്ത്സ് ഇട്ടുണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് തിരിച്ച് അലമാരിക്കകത്തോട്ടാക്കാം. ബിക്കോസ് ഇവിടുത്തെ വിൻ്റർ കഴിഞ്ഞു, ഇനിയിപ്പം തണുപ്പൊന്നുമില്ല, അങ്ങനെ വിൻ്റർ ക്ലോത്ത്സ് ഇടാനുള്ള ഇതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെയ്യാം. യെസ്. കുറേ വീണ്ടതൊക്കെ എല്ലായിടത്ത് അറിയോ, എൻ്റെ കയ്യിൽ ഓരോ ലൈക്ക് നല്ല കളക്ട് ചെയ്ത് വെക്കുന്ന പീസസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ലൈക്ക് എടുക്കും, പക്ഷെ എങ്ങനെ സ്റ്റൈൽ ഉണ്ടെന്ന് എങ്ങനെ വേറെ എടുക്കില്ല. പകുതി ഞാൻ യൂസ് ചെയ്യത്തില്ല, പകുതി യൂസ് ചെയ്യാതെ എൻ്റെ വാർഡ്രോബിൽ പുതിയതുപോലെ തന്നെ ഇരിക്കും. ലൈക്ക് കുറേയൊക്കെ ത്രിഫ്റ്റഡാ, പുതിയതെന്നല്ല ത്രിഫ്റ്റഡാ, പക്ഷെ നൈസ് പീസസ് ഉണ്ട്. ഈ ജാക്കറ്റ് ഒക്കെ ഞാൻ ചുമ്മാ എടുത്തിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒരിടത്തും. ലൈക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗൈസ് ഇതൊന്നും പറയില്ല, കളറും എല്ലാം നൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ലൈക്ക് വൈ നോട്ട് എന്തെങ്കിലും ഒരു സ്റ്റോർ തുടങ്ങിയാലോ, അങ്ങനെ എന്തെങ്കിലും. സോ ഐ ഹാവ് കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഐഡിയ. എൻ്റെ വാർഡ്രോബിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പീസസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതെന്താ, ലൈക്ക് ഇത് ഇങ്ങനെ ഒരു സ്വെറ്ററാ. ഇതിൻ്റെ കളർ പാലറ്റ് തന്നെ ഉണ്ട്, ഒരു ലൈക്ക് എന്താ ഒരു ഫോൾ കളേഴ്സ് എന്നൊക്കെ അങ്ങനെ പറയും. സത്യമായിട്ട് എനിക്കറിയില്ല എന്താ പറയുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്, ഞാൻ അങ്ങനെ പലതും പറയും. ഇതിൻ്റെ അടുത്ത ഫേവറേറ്റ് ആണ് ഇത്. ലൈക്ക് ഇത് നിങ്ങൾക്ക് എങ്ങനെയുള്ള സ്റ്റൈൽ, ഇതൊരു ക്രോപ്പ് ടോപ്പ് ആട്ടോ. എങ്ങനെ വേണമെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഫ്രോക്കിൻ്റെ കൂടെ, സ്കേർട്ടിൻ്റെ കൂടെ, ഡെനിം സ്കേർട്ടിൻ്റെ കൂടെ, ഹൈ വേസ്റ്റ് ജീൻസിൻ്റെ കൂടെ നല്ലപോലെ ആക്സസറീസ്, എന്ത് ആക്സസറീസ് ആണെന്ന് വെച്ചാൽ സോ പ്രിട്ടി. ഇത് കളർ തന്നെ കണ്ടോ, പക്ഷേ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതാണ് ഇതിൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇത് ഇതിപ്പോൾ എങ്ങനെ ഇടണമെന്ന് എനിക്കറിയില്ല. തല എവിടെ, കൈ എവിടെയാണ്, മറ്റേ ബോട്ടം എവിടെയാണ് നമുക്ക് അറിയില്ല. അതുപോലത്തെ സാധനം ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല.
ഗൈസ് ഇത് വേറൊരു സാധനം. ഇത് വിന്റർ വെയർ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓവർകോട്ട് പോലത്തുള്ളൂ. ഇത് കണ്ടാൽ മറ്റേ നമ്മുടെ വക്കീലുമാരൊക്കെ ഇടുന്ന സാരിയുടെ പുറത്തോട്ട് ഇടുന്ന ഒരു സാധനമില്ലേ, അതുപോലെ ഇരിക്കെ. ഇത് എങ്ങനെ സ്റ്റൈൽ ഇടുന്നത്, ഇത് എങ്ങനെ ഇടണമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇതൊരു തൊട്ടിട്ട് ഇട്ടിട്ട് പോലില്ല. ഇത് കാർക്കിൽ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നേക്കാം. ലൈക്ക് ഇത് നൈസ്, നല്ല ഇലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നൈസ് സാധനം ഇതൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ പല്ല് പോലും ഞാനിന്ന് തേച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ തുണി കടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശന്നു. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് താലി വാങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം താലി വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കാം. ഗൈസ് ഇപ്പം ഏകദേശം ഇന്നത്തെ ദിവസം ഇവിടെ തീരാറായി. ഞാൻ വലിയായിട്ട് പണിയൊന്നും എടുത്തില്ല. ഇപ്പം സമയം 6 മണി ആവാറായി. ഇനി ഇനി എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ അക്കാഡമിക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ രാത്രി കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പുറത്ത് പോകണം. പിന്നെ രാത്രിത്തെ ഫുഡ് അത് ഞാൻ തന്നെ കുക്ക് ചെയ്യായിരിക്കും. ഞാൻ മടുത്തു, വീടെടുത്ത് മടുത്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ഓക്കെ, കുറേ നേരം ഞാൻ ടെറസിൽ പോയി അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ടുവന്നു, വീട്ടുകാരെ വിളിച്ചു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നാളെ സൺഡേ ആണ്. നാളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, ലീവ് ഇറ്റ്. ചിലപ്പോൾ പള്ളി പോവും, നോട്ട് ഷുവർ, പക്ഷെ പോകണമെന്നുണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കഴിഞ്ഞു. ഇനി ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകണം. ഒന്നും അറിയില്ല, നത്തിങ് പ്ലാൻഡ്. ഓക്കെ, എല്ലാവരും അടുത്തടുത്തായതൊന്നും കുഴപ്പമില്ല. അപ്പം ഗൈസ് കഴിഞ്ഞു. ഓക്കെ ബൈ. അല്ല വേണ്ട, കുറച്ചും കൂടെ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് കഴിഞ്ഞു. ഓക്കെ ബൈ.